അമേരിക്കയുടെ പ്രസിഡന്റായുള്ള ട്രംപിന്റെ രണ്ടാം വരവിൽ കടുത്ത അമർഷവും പ്രതിഷേധവുമാണ് അമേരിക്കൻ ജനതയിൽ നിന്നും ഉയരുന്നത്. ഒരു സ്ത്രീയേക്കാൾ ഒരു ക്രിമിനൽ അധികാരത്തിലെത്തുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നവരോട് യോജിക്കാനാകില്ലെന്നാണ് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പക്ഷം. വാഷിംഗ്ടൺ DC ക്രിമിനലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് പ്രസ്താവിച്ച ട്രംപിന്റെ അധികാരവാഴ്ചയോട് മുഖം തിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. വളരെ വിപുലമായി പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക എന്തായി തീരുമെന്ന ആശങ്കയിലാണ് പലരും. കഴിഞ്ഞ കാലങ്ങളിലെ ട്രംപ് ഭരണത്തിന്റെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ തന്നെയാണ് അവരുടെ ഭീതിക്ക് കാരണം. ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുവാനാണ് പലരും നിശ്ചയിച്ചിരിക്കുന്നത്. ട്രംപ് കൈക്കൊണ്ടിട്ടുള്ള സ്ത്രീവിരുദ്ധ ട്രാൻസ് വിരുദ്ധ നിലപാടുകളും ജനങ്ങൾക്കിടയിൽ ട്രംപിനോടുള്ള എതിർപ്പ് വളരാനുള്ള കാരണങ്ങളാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ വാഷിംഗ്ടൺ DC സ്വദേശിയായ അലക്സാൻഡ്രയുടെ മറുപടി, ഒരു കറുത്ത വംശജയായി അമേരിക്കയിൽ ജീവിക്കേണ്ടി വരിക ഇനി അങ്ങോട്ട് എത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാനാകുമെന്നും ആളുകൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മുഖമാണതെന്നുമായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ടപ്പോൾ ക്യാപിറ്റോൾ സിറ്റിയിലുണ്ടായ കലാപത്തിന്റെ ഭീകരാന്തരീക്ഷം മറക്കാൻ ഇന്നും അലക്സാൻഡ്രയ്ക്കാകുന്നില്ല. അന്ന് ക്യാപിറ്റോളിലെ ലൈബ്രറി ജീവനക്കാരിയായിരുന്ന അവരുടെ അമ്മ അക്രമികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണെന്നും അവർ ഭയപ്പാടോടെ ഓർത്തെടുക്കുന്നു. ട്രംപിന്റെ ഭരണത്തിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദ്യം അലക്സാൻഡ്രയോട് ചോദിച്ചാൽ കുഴപ്പങ്ങളല്ലേ ഉള്ളൂ എന്നാകും മറുപടി. ഈ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു ഫലമായിരുന്നു താൻ പ്രതീക്ഷിച്ചതെന്നാണ് അലക്സാൻഡ്ര പറയുന്നത്. ഈ രാജ്യത്ത് ഒരു കറുത്ത വംശജയായി ഇനി ജീവിക്കേണ്ടി വരുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്കറിയാം. ഹാരിസിന്റെ വിജയം അത്രമാത്രം ആഗ്രഹിക്കുമ്പോഴും ഈ രാജ്യം അതിൻ്റെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായ പ്രസിഡന്റിനെ വരവേൽക്കാൻ സജ്ജമായിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ട്രംപ് ആരാധകരുടെ വലിയ നിരയ്ക്കൊപ്പം അവർക്ക് ഓടിയെത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഊഹിക്കാമായിരുന്നു. എന്നിരുന്നാലും വെറുതെയെങ്കിലും ട്രംപ് പരാജയപ്പെടണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കമല ഹാരിസിനെ പരാജയപ്പെടുത്തി ട്രംപ് അധികാരത്തിൽ വന്നതിലെ നിരാശയും പ്രതിഷേധവും ആശങ്കകളുമെല്ലാം അലക്സാൻഡ്രയുടെ വാക്കുകളിലുണ്ട്. ക്യാപിറ്റോൾ സിറ്റിയിലെ ആക്രമണത്തിന് ശേഷം അമേരിക്കക്കാർ പാഠം പഠിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എൻ്റെ ധാരണ തെറ്റിപ്പോയി. ഒരു കലാപത്തിനും ട്രംപിനെ തോൽപ്പിക്കാനായില്ല. ആ കലാപവും ട്രംപിൻ്റെ ആദ്യ ഭരണവും നൽകിയ പേടി വിട്ടുമാറാത്ത കാലത്തോളം ട്രംപിനോട് എനിക്ക് യോജിക്കാനാകില്ല. ട്രംപിൻ്റെ ഭരണകാലം അമേരിക്ക മറക്കുമെന്ന വിശ്വാസം തെറ്റിയെന്നും അവർ കൂട്ടിച്ചേർത്തു. ട്രംപിൻ്റെ പ്രസിഡന്റൽ പദവിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഒരാഴ്ച യാതൊരുവിധ ടെക്നോളജിയുമില്ലാത്ത ഒരു ക്യാബിനിൽ കഴിച്ചുകൂട്ടാനാണ് അലക്സാൻഡ്രയുടെ തീരുമാനം. ട്രംപിൻ്റെ ഭരണകാലം അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങളിലുണ്ടാക്കിയ ഞെട്ടലും ഭീതിയും അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. ഇത് അലക്സാൻഡ്രയുടെ മാത്രം പ്രതിഷേധമല്ല. പരസ്യമായി തന്നെ ട്രംപ് അധികാരമേൽക്കുന്നതിനെതിരെയുള്ള തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ ജനങ്ങൾ മടി കാണിക്കുന്നില്ല. അമേരിക്കൻ ജനതയുടെ ഒരു വലിയ വിഭാഗം ട്രംപിനെതിരെയുള്ള അക്രമരഹിതമായുള്ള പ്രതിഷേധത്തിലൂടെ തങ്ങളുടെ നിലപാട് അറിയിക്കുകയാണ്. വാഷിംഗ്ടൺ DCയിലെ മറ്റൊരു താമസക്കാരിയായ ടിയ ബട്ട്ലറും പങ്കുവയ്ക്കുന്നത് ക്യാപിറ്റോൾ സിറ്റി ആക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. അത് തന്നെയാണ് അവരെ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നതും. ഒരു സ്ത്രീയേക്കാൾ ഒരു ക്രിമിനൽ രാജ്യം ഭരിക്കുന്നത് നല്ലതെന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് യോജിക്കാനാകില്ലെന്ന് പറയുന്ന അവർ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. വാഷിംഗ്ടൺ DCയിലെ ജനങ്ങൾ ട്രംപിനെ എതിർക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണക്കാരൻ ട്രംപ് തന്നെയാണ്. വായിൽ തോന്നുന്നതെല്ലാം യാതൊരു ഉറപ്പുമില്ലാതെ വിളിച്ചു പറയുന്ന ട്രംപ് വാഷിംഗ്ടൺ അമേരിക്കയ്ക്ക് നാണക്കേടാണെന്നും അവിടെ ക്രിമിനലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണെന്നും പരാമർശിച്ചിരുന്നു. ഇത്രയും വൃത്തികെട്ട സ്ഥലം അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രമായി വച്ചു പൊറുപ്പിക്കില്ലെന്നും വലിയ വലിയ പദ്ധതികളിലൂടെ DC പുനർനിർമ്മിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇന്ന് രാത്രി 10:30 ട്രംപിന്റെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നത്. പക്ഷേ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ സ്വന്തം വീടുകളിൽ നിന്ന് മാറി നിന്നും വീടടച്ചിട്ടുമൊക്കെ പ്രതിഷേധിക്കുകയാണ് ജനങ്ങൾ. പ്രതിഷേധ പ്രകടനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്.